കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജതിസ്വരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഞ്ചരാഗ ജതിസ്വരം അതാണ് നമ്മൾ പഠിച്ച് 2-3 പഠിച്ചു. അതിലത്തെ 5 രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ജതിസ്വരമാണത്. അതിലത്തെ കുറച്ച് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കല്യാണി, ബേഗഡ, അഠാണ. ഇനി സുരുട്ടിയും തോടിയും 2 രാഗങ്ങളും കൂടി പഠിക്കാനുണ്ട്. അപ്പം ഇത് മിശ്ര ചാപ്പ് താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് ആദ്യം മുതലൊന്ന് ചൊല്ലി നോക്കാം. കല്യാണി രാഗം 65ാമത് മേളകർത്താരാഗമായ മേച്ച കല്യാണിയാണ്. മേച്ച കല്യാണി തന്നെയാണ് അതിന് ശരിക്ക് മേളകർത്താ പട്ടികയിൽ പേര്. പൊതുവിൽ അറിയപ്പെടുക കല്യാണി എന്ന പേരിലാണ്. അപ്പം അതിൽ എല്ലാ സ്വരങ്ങളും ഉണ്ടാവും. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രെ സ. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകലി, നിഷാദം. ഇതാണ് അതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ. അത് കഴിഞ്ഞ പിന്നെ ബേഗഡയാണ്. ബേഗഡ ജന്യരാഗമാണ്. അത് ശങ്കരാഭരണത്തിൻ്റെ ജന്യാണ്. സഗരി ഗമ പദ വസ സനി ദവ മ ഗരി സ. സഗരി ഗമ പദ വസ സനി ദവ മ ഗരി സ. ആരോഹണം വക്രായിട്ടാണ് വരുന്നത്. അവരോഹണം എല്ലാ സ്വരങ്ങളും. വക്ര സമ്പൂർണ്ണ രാഗം. അതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, അവരോഹണത്തിൽ കാകലി, നിഷാദം. ബേഗഡ രാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നിഷാദം മധ്യമൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ് പാടുക. നീദപ മ ഗരി സ പ മ ഗരി സ സഗരി ഗ ഗ മ ധ മ ഗരി സ. മധ്യമൊക്കെ ഒരു പഞ്ചമത്തോട് അടുപ്പിച്ച് പാടുന്നൊരു സമ്പ്രദായമാണ്. അത് കഴിഞ്ഞ് പിന്നെ അഠാണയാണ്. രണ്ട് തരത്തിലൊക്കെ അത് ആരോഹണം അവരോഹണം കാണാം. അങ്ങനെയൊക്കെ കാണാം. അത് ശങ്കരാഭരണത്തിന്റെ ജന്യാണ്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകലി, നിഷാദം. അവരോഹണത്തില് ചതുശ്രുതി ദൈവതം, അന്തരഗാന്ധാരമൊക്കെ വരും. അതുപോലെ ഒരു പിന്നെ കൈശികി നിഷാദത്തിന്റെ ഒരു പ്രയോഗം വരുന്നുണ്ട് ഈ അഠാണയില്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് ആദ്യം മുതൽ ഒന്ന് പാടി നോക്കാം. സ നി സരി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി സരി ഗ നി രി നി ധ മ ധ നി ധ നി ധ മ ഗ മ ധ മ ഗ രെ സ രി ഗ മ പ ധ നി സരി നി ധ നി ധ മ ഗ ധ മ ഗ രെ സ രി നി ധ നി സ രി ഗ മ പ ധ നി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി. ഇതാണ് കല്യാണി.
അതിന്റെ ഭാഗം. ഇത് കഴിഞ്ഞ വഴിക്ക് പിന്നെ വീണ്ടും മാ പാ ധ നി ധ പ മ ഗ രെ ഗ മാ ധ മ ഗ രെ സ സാ നി ധ പ രി സ ഗ രെ ഗ മാ പാ ധ പ ധ പ സ നി രെ സ മാ ഗ രി സ പ ധ പ രി സ നി ധ പ ധ മാ ഗ മാ പാ ധ പ സാ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മാ പാ ധ നി. അത് കഴിഞ്ഞാൽ വീണ്ടും അഠാണ പാടണം. സ രി സ നി സ ധ നി സ നി ധ പ മ പ ഗ മ രെ സ നി സ രി മാ പാ നി സ രി സ രി മ രി സ നി രി സ നി ധ നി സ രി സ നി ധ പ ഗ മ രെ സ ഗ രി നി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് സുരുട്ടി എന്ന് പറയുന്ന രാഗമാണ്. ഇതും ജന്യരാഗമാണ്. 28ാമത് മേളകർത്താരാഗത്തു നിന്ന് ജനിക്കുന്ന ഒരു ജന്യരാഗം, ഹരികാംബോജി എന്ന്. അതിൻ്റെ ആരോഹണ അവരോഹണം നമുക്കൊന്ന് നോക്കാം. സരി മ പ നി ധ നി സ സ നി ധ പ മ ഗ പ മ രെ സ സ രി മ പ നി ധ നി സ സ നി ധ പ മ ഗ പ മ രെ സ. ഇതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, കൈശികി നിഷാദം, ചതുശ്രുതി ദൈവതം. അവരോഹണത്തിൽ അന്തര ഗാന്ധാരം കൂടി വരും. ദൈവതക്കൊരു പ്രത്യേക നീ ധ പ മ ഗ പ മ രി രി മ പ നി 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 സ നി ധ പ ധ പ മ ഗ രി മ പ നി ധ പ മ ഗ പ മ രി 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 മ രി സ സ രി മ പ നി 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 സ ധ നി ധ രി സ സ സ സ സ സ സ നി ധ പ രി മ പ നി 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 ധ രി മ പ നി ധ പ മ ഗ പ മ രി 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 മ സ രി സ. ഒരു സഞ്ചാര ദൈവത ഒരു പ്രത്യേക തരത്തിലാണ്. സ നി ധ പ സ നി ധ പ നല്ല പാടുന്നത്. സ നി ധ പ മ ഗ രി മ പ നി ധ പ മ ഗ പ മ രി രി. അപ്പൊ അതിൻ്റെ ആ ഭാഗം ഒന്ന് പാടി നോക്കാം. നി സ രി നി ധ നി സ നി ധ പ രി മ പ നി ധ മ പ ധ മ ഗ രി മ രി സ രി മ ഗ രി മ പ നി നി സ രി നി രി സ രി നി ധ പ മ ഗ പ മ രി സ നി സ നി രി സ നി സ രി നി ധ നി സ നി ധ പ രി മ പ നി ധ മ പ
പാദമാഗരി മരെ സ രേ മാഗരി മാ പാനി നീ സരി നീ രേ സ രി നീ ദ പ മഗ പമരി സ നീ സ നീ രേ സ നീ സ രി സ നീ ദ പ ദ നീ ദ പ മഗ മ പ ധ നി നീ സ രി നീ മ പ ധ നി എന്ന് വന്ന് കല്യാണി മ പ ധ നി നീ സ രി നീ നീ സ രി നീ കശിക്ക് നിഷാദാക്കണം സുരുട്ടി പാടുമ്പോഴേ മ പ ധ നി നീ സ രി നീ ധ നി സ നീ ധ പ രി മ പ നി ധ മ പാദ മാഗരി മരെ സ രി മാഗരി മാ പാനി നീ സ രി നീ രേ സ രി നീ ദ പ മഗ പമരി സ നീ സ നീ രേ സ. അങ്ങനെ പാടി നിർത്തണം. അപ്പോൾ വീഡിയോ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പാടിത്തരാം. ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇത് 58ാമത്തെ വീഡിയോ ആണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത രാഗത്തെ പരിചയപ്പെടാം. എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.